വാഴ അടിപൊളി പടം. ഇന്നാണ് കാണാൻ പറ്റിയത്. എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു അടിപൊളി ഫിലിം. ഹാഷിർ ഓടുന്നത് കണ്ടോ? അലൻ ചാടി. വാഴ എന്ന് പറഞ്ഞ പടം കണ്ടു. അതുപോലെ തന്നെ ഹാഷറിൻ്റെ ഒരു വീഡിയോയും ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ രണ്ടിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പടം അടിപൊളി പടമുണ്ട്, ഒരു രക്ഷയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്ന ഒരു പടം അതെന്നെ ബോറടിപ്പിക്കുന്നില്ല, എനിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചത് നല്ല പടമാണ്. ഞാൻ അങ്ങനെയാണ് പടത്തെ വിലയിരുത്തുന്നത്. ഈ പടം എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു ഭാഗം പ്രേക്ഷകരെയും മജോറിറ്റി ആളുകളെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നൊരു പടം തന്നെയാണ്. പിന്നെ എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തി നമുക്കൊരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാര്യം ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും തൃപ്തിപ്പെടുത്തും എന്ന് പറയുന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. എങ്കിലും മജോറിറ്റിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ കണ്ട തിയേറ്ററിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും ഉണ്ടായി. അതിനുശേഷം ഇതുപോലെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാഷറിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്താണ് റിയാലിറ്റി എന്ന് അവർക്ക് അറിയുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്താലും അതിന് 2 രീതിയിലും 2 വശത്ത് നിന്ന് സംസാരിക്കാൻ ആളുകളുണ്ടാവും. അത് നല്ലത് ചെയ്താലും മോശം ചെയ്താലും കുറ്റപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്തും സംസാരിക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഒരിക്കലും ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണെങ്കിലും ഹാഷർ സംസാരിക്കുന്നൊരു വീഡിയോ ഉണ്ട്, ഒന്ന് കേട്ട് നോക്കാം. അവർ പറയുന്ന 1-2 കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ മീഡിയക്കാരെയും കുറ്റം പറഞ്ഞാൽ ആരും കുറ്റം പറയുന്നില്ല. എന്നാലും ഈ മീഡിയ എന്തുകൊണ്ടാണ് കാര്യം, ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം. ഹാഷിർ ഓടുന്നത് കണ്ടോ? അലൻ ചാടി. അലനെ കണ്ട അലൻ പെൺകുട്ടികളെ താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം. വിനായകനെ കാണാനില്ല. പിന്നെ അജിന് അങ്ങനെ ഓരോന്ന്, അതായത് ക്യാപ്ഷൻസ് ഇടുന്ന, അതായത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ലോജിക്കായിട്ട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ ക്യാപ്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ആ ക്യാപ്ഷൻ കണ്ടിട്ട് കയറണം. ഇത് നമ്മൾ ഇതിന് മുമ്പും പ്രധാന സംസാരിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ക്യാപ്ഷൻ ഇടുന്നത് മാത്രമല്ല, ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളായിരിക്കും ഈ വീഡിയോ എടുത്തിരുന്നത്. ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ, നാട്ടിൽ എന്തെങ്കിലും വിവാദ വിഷയങ്ങളുണ്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ എടുത്തിട്ടിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ബിഗ് ബോസിൽ നമ്മുടെ ജാസ്മിൻ ജാഫർ കുറേ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ എടുത്തിട്ടിട്ട് ഇങ്ങനെയുള്ള ക്യാപ്ഷൻ ഇടും. ജാസ്മിനെ പോലെ ഒരു മരുമകളെ കിട്ടാനാണ് കേരളത്തിലെ 99% അമ്മമാരും ആഗ്രഹിക്കുന്നത്. വെറുതെ അവരെ തെറിയേൽപ്പിക്കുക, ഇത് തന്നെ ലക്ഷ്യം. ഇതിലെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആളുകളോ അവരുടെ ഫ്രണ്ട്സോ അവരുടെ ഫാൻസ് ഗ്രൂപ്പ് പോലും ആയിരിക്കുകയല്ല ഈ വീഡിയോസും കാര്യങ്ങളും ഒന്നും പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇടുന്ന ആളുകൾക്കൊന്നും ഒരേ ഒരു ലക്ഷ്യം ഉണ്ടാവുകയുള്ളൂ, കൂടുതൽ ലൈക്കും കമൻറ്റും വഴി. അതായത് നമ്മൾ റിയാക്ട് ചെയ്യും, അപ്പോൾ കുറച്ച് കമൻറ്റും ലൈക്കും ഒക്കെ കിട്ടും, അതുവഴി കൂടുതൽ റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും. കാരണം റിയാക്ഷൻസ് വരുന്നതിനനുസരിച്ച് റെക്കമെൻഡേഷൻ കൂടുതൽ പോകും, ഓട്ടോമാറ്റിക് ആയിട്ട് വ്യൂസ് കൂടുതൽ കിട്ടും. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ആരെയെങ്കിലും പൊക്കി പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരുന്നത് നമ്മൾ കാണാറില്ലേ. പലപ്പോഴും പല നടന്മാരുടെയും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് എന്നുള്ള പേരിൽ മോഹൻലാലിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ വരും. അതുപോലെ തന്നെ നേരെ തിരിച്ചും വരും. ഓട്ടോമാറ്റിക്കായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആരാധകർ റിയാക്ട് ചെയ്യും, പോസ്റ്റിന് കൂടുതൽ റീച്ച് കിട്ടും. ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ ഹാഷറും പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇവനാരാ ഇവനെ കണ്ടിട്ടില്ല. സത്യം, നിങ്ങൾ പറഞ്ഞുള്ളതാണ്. എന്നെ അറിയില്ല, ദൈവമാണോ നമ്മളെ അറിയാൻ? എല്ലാവരും അറിയാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ്. ചില ആൾക്കാർ അല്ലാതെ ചോദിക്കുന്നതുകൊണ്ട് അറിഞ്ഞിട്ടും ആരാണ്. അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും. അതൊക്കെ ഒരു രീതിയിലുള്ള ആൾക്കാർ ഇതാണ്, അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതായത് ആരാ നിങ്ങൾ അറിയില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വീഡിയോസ് മാത്രമാണ്. അതെ, അതുകൊണ്ട് ഒരിക്കലും എന്റെ വാപ്പാടൊക്കെ പ്രായമുള്ള ഉമ്മയുടെ പ്രായമുള്ള ആൾക്കാർ കൂടുതൽ നമ്മൾ വീഡിയോസ് കാണുന്നില്ല. അപ്പൊ സംശയം വരും. ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴി ഒരുപാട് വീഡിയോ പോകുമ്പോൾ ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് നമ്മളെന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ. പിന്നെ ബ്രോ, നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത് തന്നെയാണുള്ള റിയാലിറ്റി. ഒരു പരിധിവരെ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മളെ അറിയാൻ പറ്റണമെന്നുള്ളൂ. അല്ലാണ്ട് എല്ലാവരും 24 മണിക്കൂറും സോഷ്യൽ മീഡിയയെ പറ്റി കിടക്കുന്ന ആളുകളൊന്നുമില്ല. ആ റിയാലിറ്റി അവർക്കും അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തേക്കുന്നത്. പക്ഷേ ബിഗ് ബോസിൽ വരുന്നവരെ എനിക്കവരെ അറിയില്ലായിരുന്നു. 10 ലക്ഷത്തിന് മേലുള്ള ഫോളോവേഴ്സുള്ളവരെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ ഒരു കണ്ടൻറ്റ് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എന്ന് കരുതി ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള ഫോളോവേഴ്സ് ഇല്ലാണ്ടാകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ ചെയ്യുന്ന കണ്ടൻറ്റ് അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ആ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ഫോളോവേഴ്സ് അവർക്ക് കൂടി വരുന്നുമുണ്ട്. അതുപോലെ തന്നെയാണ് ഹാഷറും പറയുന്നത്. അവരൊരു ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. കാരണം കണ്ടൻറ്റ് അവരുടെ ഏജുമായിട്ട് മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവരെ ഫോളോ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് എപ്പോഴും ഇവരെ അറിയാൻ പറ്റിയേക്കും. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇവരെ അറിയാൻ പറ്റും. എന്ന് കരുതിയിട്ട് ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ള ആളുകൾ ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് ഇത് അറിയണമെന്നില്ല. അതുകൊണ്ട് അവർ ജെനുവിനായിട്ട് തന്നെ ചോദിക്കും ഇതൊക്കെ ആരാന്ന്. പക്ഷേ അത് നാളുകളിൽ മാറപ്പെടും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇവരറിയില്ലാത്ത ഒരുപാട് ആളുകളിലേക്ക് ഇവർക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും ഈ ഒരൊറ്റ മൂവിയോട് കൂടി. നാളുകളിൽ ഇവർക്ക് കൂടുതൽ പടങ്ങൾ കിട്ടും, കൂടുതൽ TV ഷോസ് കിട്ടും. ഇവരെ ഈ പറഞ്ഞേക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുവിധം എല്ലാ ആളുകളും അറിയുന്നൊരു കാലം വരും. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇത് രണ്ടാമത്തെ കൂട്ടർ ഇത് അറിഞ്ഞിട്ടും ഇത് അറിയില്ല, ഇത് ആരാ ഇവനൊക്കെ എന്ന് ചോദിക്കുന്ന ആളുകൾ അത് അവോയ്ഡ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. കാരണം കമൻറ്റുകളാണ്, അത് പലതും വരും. സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അനാവശ്യമായിട്ടുള്ള കമൻറ്റുകളുടെ പുറകെ പോകാണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ആ രീതിയിൽ തന്നെ കാണാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ഇവർക്കുള്ളതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഇല്ല.
പിന്നെ ഇവർ ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇവരുടെ ഈ ഉയർച്ചയും സിനിമയിലേക്കുള്ള വരവിനെയും എല്ലാം നമ്മൾ കാണുന്നതും നമ്മളിൽ ഒരാളുടെ വളർച്ച പോലെ തന്നെയാണ്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നാളെ കൂടുതൽ സിനിമകൾ കിട്ടട്ടെ, കൂടുതൽ പ്രോഗ്രാം കിട്ടട്ടെ. അതിനുള്ള അടിപൊളിയായിട്ടുണ്ട് പടം.